ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അഡീഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ ചെയ്യാൻ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മാട്രിക്സ് മൈനസ് സെക്കൻഡ് മാട്രിക്സ്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സബ്ട്രാക്ഷൻ ഇപ്പൊ സ്പെഷ്യലായിട്ട് പറയാതിരിക്കുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ക്രാഷ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്നാലും നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുകയില്ല. കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരൊറ്റ ചോദ്യം എന്തായാലും ചോദിക്കുന്നുണ്ട്. വളരെ വർഷങ്ങളിൽ അത് കണ്ടുവരുന്നുണ്ട്. അപ്പോ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. എന്താണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, രണ്ട് മാട്രിക്സ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ എന്ത് ചെയ്താൽ മതി, രണ്ട് മാട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരുന്നു. പക്ഷേ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ അതല്ല റൂള്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ഒരു മാട്രിക്സ് എ എന്ന് പറയുന്ന മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഓർഡർ എന്താണ്? 2/3. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഒരു 3/1 മാട്രിക്സ് എഴുതാൻ പോവാണ്. ഓക്കെ, B11 B1 B21 B31 is equal to 3/1 മാട്രിക്സ്. ഇതൊരു 3/1 മാട്രിക്സ് ആണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു ഓർഡർ ഉണ്ട്. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാട്രിക്സിന്റെ റോയും സെക്കൻഡ് മാട്രിക്സിന്റെ കോളവുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മാട്രിക്സിന്റെ റോസും സെക്കൻഡ് മാട്രിക്സിന്റെ കോളംസുമാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റോയും പിന്നെ ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് റോ പിന്നെ ഫസ്റ്റ് കോളം, അങ്ങനെയാണ് ചെയ്യുക. ആദ്യത്തെ മാട്രിക്സിലെ റോ ആണ് ഉപയോഗിക്കുന്നത്, സെക്കൻഡ് മാട്രിക്സിലെ കോളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇത് രണ്ടും ഡിഫറെന്റ് ഓർഡറാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. അപ്പോ ഈ രണ്ട് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് 2/1 ആയിരിക്കും. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/1 ആയിരിക്കും. അതായത് 2/3 എന്ന് പറയുന്ന മാട്രിക്സിനെയും 3/1 എന്ന് പറയുന്ന മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യത്തെ മാട്രിക്സിന്റെ റോയും സെക്കൻഡ് മാട്രിക്സിന്റെ കോളം ഇതും ചേർന്നതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് മാട്രിക്സിൽ എന്താണ് ഉപയോഗിക്കുന്നത്? റോയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് മാട്രിക്സിന്റെ കോളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന മാട്രിക്സിന്റെ ഓർഡറും ആദ്യത്തിന്റെ റോയും രണ്ടാമത്തേതിന്റെ കോളംസിന്റെ എണ്ണവുമായിട്ടാണ് അതിന്റെ ഓർഡർ ഉണ്ടാവുന്നത്. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ടും സെയിം ആയിരിക്കണം. അതായത് ഫസ്റ്റ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും സെയിം ആയിരിക്കും. കാരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് ഇൻറ്റു ഇതാണ്. അതായത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളമാണ്. അതായത് 1 എലമെന്റും ഇവിടെയുള്ള 1 എലമെന്റ് ആദ്യം കാണുന്നതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് ഇതേ ഇൻറ്റു ഇതാണ് ചെയ്യുന്നത് സെക്കൻഡ്. ഓക്കെ, 1 എലമെന്റും 2 എലമെന്റും. നെക്സ്റ്റ് 1/3 എലമെന്റും 3 എലമെന്റും ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇനി ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ വേറെ എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എത്ര കോളം ഉണ്ടോ അത്ര തന്നെ ഇവിടെ എന്തായിരിക്കണം, റോ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ AB പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ AB is possible when only if എന്താണ് എയുടെ ഓർഡർ m/n ആണെങ്കിൽ ബിയുടെ ഓർഡർ n/p. ഇതിൽ എന്താണോ അവസാനിക്കുന്നത് അവിടെ തന്നെ തുടങ്ങണം. എ എന്ന് പറയുന്നതിന്റെ ഓർഡർ m/n ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന ഓർഡർ എ അവസാനിക്കുന്നിടത്ത് തന്നെ ബി തുടങ്ങണം. n/p ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ഇത് രണ്ടെണ്ണം m/p. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും
1/2 3/2 എന്ന് പറയുന്ന മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഈ രണ്ട് ഓർഡറിലുള്ള മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇവിടെ സെയിം ആയിട്ട് നമ്മുടെ സെയിം ആണോ? ഇവിടെ സെയിം അല്ല. അപ്പൊ ഇതെന്തല്ല, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് രണ്ട് മാട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആയിരിക്കണം. എന്നിട്ട് കിട്ടുന്ന മാട്രിക്സിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ അല്ല, ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ബൈ സെക്കൻഡ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ജസ്റ്റ് ഓർഡർ ഒന്ന് നോക്കണം. അപ്പോ m/n ഓർഡറിലുള്ള മാട്രിക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് മാട്രിക്സിന്റെ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്നിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 2/3 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് മാട്രിക്സിന്റെ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് 3/something ആയിരിക്കണം. പിന്നെ ഈ 2ഉം പിന്നെ ഈ സംതിങ് കൂടി ചേർന്നാണ് കിട്ടാൻ പോകുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് ഒന്ന് പോയി നോക്കാം. എ ബി എന്ന് പറയുന്ന മാട്രിക്സ് ഉണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എ ബി ഈക്വൽ ടു ബി എ ആണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം. എ ബി എന്ന് പറയുന്നത് ബി എ ആവുന്നു. അതായത് രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ എ ബി ഈക്വൽ ടു, അതായത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ബിയും എയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഇപ്പൊ എ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് തെറ്റാണെന്ന് കാണിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോ എ എന്ന് പറയുന്നത് ഒരു 2/3 മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത് ഒരു 3/1 മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം ഇവിടെ സെന്ററിൽ സെയിം ആണ്. അപ്പൊ എ ബി എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അപ്പൊ എ ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്തായിരിക്കും വരിക? എ ബി എന്ന് പറയുന്നത് 2/1 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ബി എന്തായിരുന്നു? 3/1 ഓർഡറിലുള്ളത്. എ എന്ന് പറയുന്നത് 2/3 ഓർഡറിലുള്ളതാണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം എന്താണ്? ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇതെന്തല്ല, മൾട്ടിപ്ലിക്കേഷൻ പോലും പോസിബിൾ അല്ല. എന്നിട്ടാണ് ഇത് ഈക്വൽ ആണോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്ത് പോലും അല്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോലും ബി എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ പിന്നെ ഈക്വൽ ആവേണ്ട കാര്യം പറയാനുണ്ടോ? അതുപോലും പറ്റില്ല. അതായത് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ ഫോർ എവരി. ചില മാട്രിക്സുകൾക്ക് ആവുന്നുണ്ടാവും, പക്ഷെ എല്ലാ മാട്രിക്സ് ഏത് മാട്രിക്സ് എടുത്തു കഴിഞ്ഞാലും എ ബി ഈക്വൽ ടു എന്താവണമെന്നില്ല, ബി എ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അറ്റ്ലീസ്റ്റ് അവരെന്ത് ചെയ്യാൻ പോലും പറ്റില്ല, അവരൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോലും പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാൻ ചോദിക്കാണ്, എ ബി എന്ന് പറയുന്ന മാട്രിക്സ് ഉണ്ട്, ബി എ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഈക്വൽ ആവണം എന്നല്ല പറഞ്ഞത്, ബി എ എന്ന് പറയുന്ന മാട്രിക്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അതിന്റെ ഓർഡർ? പലരും പറയുന്ന ആൻസർ ആണ് സ്ക്വയർ മാട്രിക്സ് ആയാൽ മതി. രണ്ടും എന്തായാലും മതി, സെയിം ഓർഡറുള്ള സ്ക്വയർ മാട്രിക്സ് ആയാൽ മതി. ശരിയാണ്, ഇത് 2/2 ആണ്, ഇതും 2/2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് സെയിം ആണ്. അപ്പൊ എന്താണ് കിട്ടുന്ന മാട്രിക്സും 2/2 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 2/2. അപ്പൊ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എന്തായിരിക്കും? 2/2 ആയിരിക്കും. ഓക്കെ, രണ്ട് മാട്രിക്സും സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ്? എ ബിയും ബി എയും പോസിബിൾ ആണ്. ഇപ്പോഴും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എ ബിയും ബി എയും പോസിബിൾ ആണ്. പക്ഷേ സ്ക്വയർ മാട്രിക്സ് ആണെന്ന് നിർബന്ധമില്ല. സ്ക്വയർ മാട്രിക്സ് ആയി കഴിഞ്ഞാൽ ഓക്കെ, എ ബിയും ബി എയും പോസിബിൾ ആണ്. പക്ഷെ സ്ക്വയർ മാട്രിക്സ് ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഇതിപ്പോ 2/3 ആണെന്ന് വിചാരിക്കുക. ഇതെന്താണെന്ന് വിചാരിക്കുക? 3/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി എന്ത് മാട്രിക്സ് ആയിരിക്കും? 3 സെയിം ആണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എ ബി എന്ന് പറയുന്നത് 2/2. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3/2. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 2/3. ഈ സെന്ററിൽ സെയിം ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്തായിരിക്കും? 3/3 മാട്രിക്സ്. പോസിബിൾ അല്ലേ? അതെ, പോസിബിൾ ആണ്. അതായത് എ എന്ന് പറയുന്നത് m/n മാട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് m/n മാട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ഏത് ഓർഡറിലുള്ള മാട്രിക്സ് ആണെങ്കിലാണ് എ ബിയും ബി എയും പോസിബിൾ ആവുന്നത്. ബി എന്ന് പറയുന്നത് ഏത് ഓർഡറിലുള്ള മാട്രിക്സ് ആണെങ്കിലാണ് എ ബിയും ബി എയും പോസിബിൾ ആവുന്നത്. എ ബി പോസിബിൾ ആണെങ്കിൽ ബി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ബി എ ചെയ്യുമ്പോൾ തിരിച്ചിടുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? എം ആണ് കോമൺ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? എം വരണം.
അതായത് M/N-ഉം N/M-ഉം തിരിച്ചിട്ടുള്ള ഓർഡർ, അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുള്ള ഓർഡർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? AB-യും BA-യും പോസിബിൾ ആണ്. AB-യും BA-യും പോസിബിൾ ആണ്. ഇപ്പോഴും ഞാൻ പോസിബിൾ ആണെന്നുള്ള വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ AB ആൻഡ് BA ആർ പോസിബിൾ. AB-യുടെ ഓർഡർ എന്തായിരിക്കും? N ക്യാൻസൽ ആയാൽ M/N. BM എന്തായിരിക്കും? BA എന്തായിരിക്കും? N/N. അപ്പോ ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ രണ്ടും സെയിം ആണെങ്കിലും, അതായത് സ്ക്വയർ മാട്രിക്സ് ആണെങ്കിലും പോസിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, സ്ക്വയർ മാട്രിക്സ് ആണെന്ന് നിർബന്ധമില്ല, ഇത്രയും ആയാലും മതി. M/N ആണ് ആദ്യത്തെ മാട്രിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് മാട്രിക്സ് N/M ഓർഡറിലുള്ളതാണെങ്കിലും നമുക്ക് AB-യും BA-യും പോസിബിൾ ആവും. അപ്പോഴും എന്താണെന്ന് നിർബന്ധമില്ല, കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണ് ആവാത്തതുള്ളൂ, പക്ഷെ ഈ സാധനം എന്താണ്, അസോസിയേറ്റീവ് ആണ്. അപ്പൊ അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല. നെക്സ്റ്റ്, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏത് മാട്രിക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിം മാട്രിക്സ് തന്നെ കിട്ടുന്നത്, അയാളെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ഈ ഓപ്പറേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മുടെ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവർക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉള്ളത് സ്ക്വയർ മാട്രിക്സിൽ മാത്രമാണ്. ഏതിലാണ്? സ്ക്വയർ മാട്രിക്സിൽ മാത്രമേ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉള്ളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ, ലെറ്റ് എ എന്ന് പറയുന്നത് N/N മാട്രിക്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതെന്താണ്, ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പൊ സ്ക്വയർ മാട്രിക്സിന് മാത്രമേ ഐഡന്റിറ്റിയെ പറ്റിയിട്ട് പറയുന്നുള്ളൂ. അപ്പോ ഐഡന്റിറ്റി മാട്രിക്സ്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. അതായത് A into I equal to A. അതുപോലെ തിരിച്ചു I into A equal to A. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എല്ലാ മാട്രിക്സുകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല. പക്ഷേ ഐഡന്റിറ്റി മാട്രിക്സ് നമ്മൾ കണ്ടതാണ്. ഐഡന്റിറ്റി മാട്രിക്സ് എന്താണെന്ന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാട്രിക്സസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് അറിയാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോ A into I, അതായത് ഐഡന്റിറ്റി മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ ഐഡന്റിറ്റി മാട്രിക്സ് ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഐഡന്റിറ്റി മാട്രിക്സുമായിട്ട് A മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം മാട്രിക്സ് A ആണ് നമുക്ക് കിട്ടുന്നത്. സ്ക്വയർ മാട്രിക്സിന്റെ കാര്യമാണ് നമ്മളവിടെ ഐഡന്റിറ്റി മാട്രിക്സിന്റെ കേസിൽ പറഞ്ഞിട്ടായിരുന്നു. എല്ലാ ഓർഡറിലും ഐഡന്റിറ്റി മാട്രിക്സ്, എല്ലാ സ്ക്വയർ ഓർഡറിലും, എല്ലാ സ്ക്വയർ മാട്രിക്സിന്റെ കേസിലും ഐഡന്റിറ്റി മാട്രിക്സ് ഉണ്ട്. അപ്പൊ നമുക്കത് നോക്കിയാൽ അറിയാം, ഏത് ഓർഡർ, ഏത് സ്ക്വയർ മാട്രിക്സിന്റെ ഏത് N/N ഓർഡർ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഒരു ഐഡന്റിറ്റി മാട്രിക്സ് ഉണ്ടാവും. അപ്പൊ സ്ക്വയർ മാട്രിക്സിൽ, അതായത് സ്ക്വയർ മാട്രിക്സിന്റെ കേസിൽ മാത്രമേ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉള്ളൂ. അതായത് സ്ക്വയർ അല്ലാത്ത കേസിൽ M/N ഓർഡറിലുള്ള ഒരു മാട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവണമെന്നില്ല, ഐഡന്റിറ്റി മാട്രിക്സ് ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ്, അപ്പൊ ഇത്രയും കഴിഞ്ഞ് നമുക്ക് എന്തായി, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയാണ് നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ട് പറയാനുള്ളത് മുഴുവൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലം ചെയ്യും. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതില് ഇഫ് 1x1 into ഒരു 3x3 മാട്രിക്സ് ആണ് into 1x equal to 0 ആണ്. then x can be x എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ x എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 1x1 into 3 5 2 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും കിട്ടുക, നമുക്ക് ഇതായിരിക്കും ഓപ്ഷൻസ് എപ്പോഴും നമുക്കൊന്ന് ഓർമ്മയിൽ വേണം, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ അത് എപ്പോഴും വേണം. കാരണം അത് വെറുതെ നമ്മളെല്ലാം ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇത്ര വലിയ ആൻസർ ഒന്നും കിട്ടില്ല, വെറുതെ ഒക്കെയാണത്. അപ്പൊ എന്ത് ചെയ്യാണ്, ഇത് എത്ര ഓർഡറുള്ള മാട്രിക്സ് ആണ്, ഇതൊരു 1/3 ഓർഡർ ആണ്, ഇതൊരു 3/3 ഓർഡറുള്ള മാട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഞാൻ പറഞ്ഞു രണ്ട് സെയിം ആയി, 1/3 ഓർഡറുള്ള ഒരു മാട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, പിന്നെ എന്ത് വരും, x 0 0, അതെന്താണെന്നില്ല. പിന്നെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 + 5x + 2. തേർഡ് ടൈം എന്ത് ചെയ്യണം, ഫസ്റ്റ് ഈ റോയും തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം. 2 + x + 1 × 0 0. ഓക്കെ, അപ്പൊ ഇനി ഈ മാട്രിക്സുമായിട്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മുടെ ഈ വരുന്ന മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ ആരോടാണ്, ഈക്വൽ ഒന്നുമല്ല. അപ്പൊ നമ്മളിത് ശരിക്കും ചെയ്യുന്ന രീതി തന്നെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ 1 1x ആണ്. ഓക്കെ, ഇത് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 1 × 1 1 പ്ലസ് ഇതിലോട്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 3 + 2 5 ആണ്. അപ്പൊ 5 + 5x × 1. അപ്പൊ എന്ത് വരും, 5 + 5x. നെക്സ്റ്റ് 2 + x × x. അപ്പൊ എന്ത് വരും, 2x + x² = 0. That implies ആദ്യം എന്തുണ്ട്, x² plus 2x ഉം 5x ഉം 7x plus 5 + 1 6 = 0. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. എന്ത് ചെയ്യും, ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്. അപ്പോൾ 6 × 1 6 × 1. അപ്പോൾ 6 ഉം 1 ഉം ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട്, അതായത് 6 ഉം 1 ഉം ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. അതെന്ത് ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിൽ നമുക്കത് ചെയ്യാം. എന്ത് ചെയ്യാം, -6 ഉം -1 ഉം ആണ് ആൻസർ. അതായത് ഉള്ള ആൻസറിന്റെ ജസ്റ്റ് ഒന്ന് സൈൻ മാറ്റി കൊടുക്കുക. -6 ഉം എന്താണ്, -1 ഉം ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഏത് ഓപ്ഷൻ -1 ആൻഡ് -6, ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ ഇങ്ങോട്ട് എത്തിയത്, നമുക്കറിയാം 6 × 1 ആണെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക, x + 6 × x + 1 = 0. x + 6 × x + 1 = 0 എന്ന് ആണ്. അപ്പൊ നമുക്കറിയാം രണ്ട് പേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്ത് വരണം, 0 വേണം. അതായത് ഒന്നുകിൽ x + 6 = 0, അല്ലെങ്കിൽ x + 1 = 0. അതായത് x = -6 or x = -1. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജസ്റ്റ് സൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ എന്താണ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കുന്നുണ്ട്, കുറെ വർഷങ്ങളിൽ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കില്ല. അതിന് ഇത്രയും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല, മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ